ഹായ് ഗായ്സ്, ഇവിടെ ഒരു തീറ്റ മത്സരമാണ് നടക്കുന്നത്. ആരും സ്ക്രോൾ ചെയ്ത് പോവരുതേ, ഇവിടെ ഇരിക്കണം കേട്ടോ. തീറ്റ മത്സരത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ചിക്കൻ ഫ്രൈ, ചക്ക വേവിച്ചത്, മോര് കറി, അതേപോലെ തന്നെ രാവിലത്തെ ഉരുളക്കിഴങ്ങ് കറിയുണ്ട്, മെഴുക്കോട്ടിയല്ല കറിയാ കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പേടി പിടിക്കണം. ഞാൻ ഇങ്ങനെ തിന്നാൽ എങ്ങനെയാ വണ്ണം വെക്കാതിരിക്കുന്നത്? എൻ്റെ വണ്ണം കാണുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കും. പക്ഷെ കളിയാക്കണ്ട കേട്ടോ, ഒന്നുമല്ല, ഞാൻ തിന്നാനും കുടിക്കാനുള്ള വീട്ടിലേ അല്ലേ, എന്നെങ്കിലും പറയാമല്ലോ. എനിക്ക് അന്വേഷിച്ച് തരാൻ ഒരു കെട്ടിയവനുണ്ട്, അന്തസ്സായിട്ട് ഞാൻ തിന്ന് വണ്ണം വെക്കുന്നത് തന്നെ. എന്നെ കളിയാക്കുന്നവരോട് എനിക്ക് അതാണ് പറയാനുള്ളത്. ഞാൻ തിന്നാനും കുടിക്കാനും ഉള്ള വീട്ടിലെ ഒരു കൊച്ചാണ് കേട്ടോ. അത്ര തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറുപടി. അപ്പം ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കാൻ നിങ്ങൾ എന്നെ കളിയാക്കുന്നു, അപ്പം ഞാൻ നിങ്ങൾക്കുള്ള മറുപടി അത് തമാശയായിട്ട് തന്നെ തിരിച്ചു തരുന്നു. കാരണം എന്താണെന്നറിയാം, ഈ തടിയുള്ളവർക്ക് ഒരു കുഴപ്പമുണ്ടെന്നേ. അവരെ എപ്പോഴും അങ്ങ് കയറി കളിയാക്കി കഴിഞ്ഞുണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ ഉണ്ടല്ലോ, അവർക്ക് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് നോക്കുമെന്ന്. അത് അവർ മനഃപൂർവ്വം വലിച്ചു വെക്കുന്ന തടിയൊന്നും അല്ല. ഇതിപ്പോൾ ഒരു നേരം ഞാൻ ഇത്രയും കഴിച്ചെന്ന് കരുതി വലിയ തടിയൊന്നും ഉണ്ടാവത്തില്ല. ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഒന്ന് കഴിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു നേരം കഴിച്ചെന്ന് കരുതി കഴിക്കുന്നതിൻ്റെ പേരിൽ തന്നെയല്ല നമുക്ക് തടി ഉണ്ടാവുന്നത് കേട്ടോ. ഈ തടിയുള്ളവരെ ഒരുപാട് കളിയാക്കല്ല. അവർക്ക് ചിലപ്പോഴുണ്ടല്ലോ, അവരെത്ര ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മറുപടി തന്നാലും ചിലപ്പോഴൊക്കെ അവർക്കും ഒരു എന്താ പറയുക, അവരുടെ ഹൃദയത്തിലും ചെറിയൊരു മുറിവേക്കും. എൻ്റെ ഈ തടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റുന്ന തടിയാണ്. കാരണം ഞാൻ മനസ്സ് വെച്ചൊന്ന് എക്സസൈസ് ചെയ്ത 100% എൻ്റെ തടി കുറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ചില തടിയുണ്ടല്ലോ, കുറയാത്ത തടിയുണ്ട്, അവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ ഇട്ടിരിക്കുന്ന ടോപ്പ് നിങ്ങൾ കണ്ടോ? ഇത് നമ്മുടെ VS പോൾട്രിയിലെ വീണ ചേച്ചി എനിക്ക് കൊണ്ടു തന്ന ടോപ്പാണ് കേട്ടോ. ഈ ടോപ്പ് ഇടുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനവും ഒരുപാട് സന്തോഷവും തോന്നും. വീണ ചേച്ചിയോട് ഒരുപാട് സ്നേഹം തോന്നുന്നു. ഇത് തരാത്തവരോടും എനിക്ക് സ്നേഹക്കുറവൊന്നുമില്ല. ഇത് തരുന്നവരോട് മാത്രമല്ല സ്നേഹം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊണ്ട് തരുന്നവരോട് മാത്രമല്ല എനിക്ക് സ്നേഹം. എൻ്റെ ചാനലിനെ സ്നേഹിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇത് എടുത്ത് പറഞ്ഞ് എന്താണെന്നറിയാമോ, എന്നെ കളിയാക്കിയ ഒരുപാട് പേരുണ്ട്. അതായത് എൻ്റെ എന്താ പറയുന്നത്, മറ്റുള്ളവരൊന്നും അല്ല, എൻ്റെ റിലേറ്റീവ്സിൽ പെട്ടവർ തന്നെ. കാരണം എന്താണെന്നറിയാം, ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ ഫോണും തൂക്കി നടക്കുന്ന സമയത്ത് എന്നെ കളിയാക്കും അവർ. തുടങ്ങി ഫോൺ എടുത്തു. എനിക്ക് അവരുടെ ഒന്നും ഒരു വീഡിയോസോ ഒന്നും എടുക്കാൻ എനിക്കൊരു അനുവാദമില്ല കേട്ടോ. ഞാൻ പിന്നെ അവരുടെ ഒന്നും ഇഷ്ടമൊന്നും നോക്കാതെ ഇടയ്ക്കൊക്കെ എടുത്തങ്ങ് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസുകളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അവരെന്നെ കളിയാക്കും. എന്തിനാ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഇതിൽ വലിയ താല്പര്യമില്ല. എനിക്കിതിൽ നിന്നൊരു ചെറിയ വരുമാനം കിട്ടുന്നുണ്ട്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ എനിക്ക് ഓരോരുത്തർ അയച്ചു തരുന്നുണ്ട്. പക്ഷെ ഞാൻ അതുകൊണ്ടൊക്കെ വളരെയധികം ഹാപ്പിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഈ ചാനലിനെ അംഗീകരിക്കാത്തവരുടെ മുമ്പിൽ എൻ്റെ ഈ ചാനലിനെ അംഗീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. 3-4 പേര് അംഗീകരിക്കുന്നില്ലെങ്കിൽ എത്രയോ പേര് അംഗീകരിച്ച് എൻ്റെ വീഡിയോസുകൾ കാണുന്നു. അതല്ലേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ ഒരുപാട് പറഞ്ഞ ചിലപ്പോൾ ഇച്ചിരി ഇമോഷണൽ ആയിപ്പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എൻ്റെ മൂഡ് ഇന്ന് അത് അത്ര അങ്ങോട്ട് നല്ലതല്ല. അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഈ എന്താ പറയുക, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൂടെ പറയാൻ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. എന്നാലും എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഈ ഷെയർ ചെയ്ത കേട്ടോ. കാരണം ഈ തടിയുള്ളവരെയും എന്താ പറഞ്ഞേ, ഒന്നും ആരും